വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷനാണ്. ആദ്യം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ പിന്നെ ഞാൻ പച്ചക്കായ അടുപ്പത്ത് വെച്ച് അതിന് ശേഷം പച്ചക്കായ്ക്ക് വേണ്ടി തേങ്ങ അരച്ച് അപ്പോഴേക്ക് പച്ചക്കായ വെന്ത് 2 വിസിലിന് വെന്ത് തേങ്ങ പാർന്ന് പിന്നെ നല്ലോണം അത് തൂമിച്ച് ഒരു പാത്രത്തിലടാക്കി വെച്ച് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഓട്ടപ്പം. ഇവിടെ ഓട്ടപ്പം എന്നാണ് പറയുക, പലരും പല രീതിയിലാണ് പറയുക. ഒരു മുട്ടയും ഒരു ഗ്ലാസ് മൈദയും 2 ഗ്ലാസ് വെള്ളവും ആക്കി ഇതുപോലെ ദോശ ചുടുന്ന പോലെ ദോശ ചുട്ട് അതിനെ തിരിച്ച് ഒരു ജസ്റ്റ് ഒന്ന് വേവേര്. അപ്പം വേണമെങ്കിൽ പശുവിനെ യൂസ് ചെയ്യാം, ഞാൻ ഇവിടെ പശുവിനെ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇതിൻ്റെ എല്ലാം ചുട്ടെടുക്കും. പിന്നെ ഈ ഓട്ടപ്പത്തിന് വേണ്ടി തേങ്ങാപ്പാൽ റെഡിയാക്കണം. തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ സ്നാക്സ് കഴിക്കുക. അപ്പോൾ അത് റെഡിയായി. പിന്നെ അപ്പോഴേക്ക് ചോറും വെന്ത് അങ്ങനെ ചോറൊന്ന് മാറ്റി വെച്ച് പിന്നെയാണ് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, കുറേയൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഉള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വെളുത്തുള്ളി തക്കാളി. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല എന്നിവ ചേർത്ത് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലോണം വഴറ്റുക. ഉള്ളി ഇപ്പിടൂല കേട്ടോ, ഉള്ളി ഇടൂല. അങ്ങനെ അത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് അല്പം ഉപ്പും ചേർത്ത് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോഴേക്ക് ഉള്ളി മാളുമ്പോഴത്തേനും നമുക്കെന്ത് ചെയ്യാം, നെയ്ച്ചോറിൻ്റെ പണിയെടുക്കാം. അപ്പം ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുള്ളി മുറിച്ചിട്ട് ചെറുള്ളി ഒന്ന് മാളി വരുമ്പോൾ അതിലേക്ക് അരിക്ക് കണക്കാക്കി ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം 4 ഗ്ലാസ് വെള്ളം അതിൽ പാർന്ന് വെള്ളം തിളക്കാൻ വേണ്ടി എന്നിട്ട് അതിലേക്ക് അല്പം ക്യാപ്സിക്കം ഇടുന്നുണ്ട്. അത് ആ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ആ നെയ്ച്ചോറിലേക്ക് കിട്ടേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റാണ്. അതിന് ശേഷം അരി അങ്ങനെ അവിടെ നിന്ന് അരി തിളക്കുമ്പോഴത്തേന് നമുക്ക് എന്താക്കാം, ഉള്ളിയിലേക്ക് ചെമ്മീൻ ഇടാം. അപ്പം ചെമ്മീനും ഉള്ളിയും ഒന്ന് നല്ലോണം മിക്സ് ആയതിനു ശേഷം പിന്നെ അതിലേക്ക് ടൊമാറ്റോ ഇടുക. ടൊമാറ്റോ മിക്സ് ആയതിനു ശേഷം പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം ഇടുക, മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇടുക. അതിൽ ഞാൻ കാണിച്ചിട്ടില്ല, മറന്നതാണ്. അപ്പോഴേക്ക് ചോറ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ചോറാടെ മൂടി വെക്കുക. ക്യാപ്സിക്കവും ഇട്ട് നല്ലോണം മിക്സ് ആയതിനു ശേഷം നമ്മളെ മസാലയിലേക്ക് ലാസ്റ്റ് മസാലയിലേക്ക് മല്ലിയില ചേർക്കുക. അങ്ങനെ അപ്പോഴേക്ക് ചോറും വെന്ത് റെഡിയാക്കി. അപ്പം അങ്ങനെ ചോറവിടെ ഇറക്കി വെച്ച് പിന്നെ മസാലയും റെഡിയായി. മസാല അവിടെ ഇറക്കി വെച്ച് അപ്പം പിന്നെ ഞാൻ കൂവാണ് കാച്ചിയത്. അങ്ങനെ കൂവ റെഡിയായി. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ കൂവ റെഡിയായി. പിന്നെ ഞാൻ കുടിക്കാനുള്ള ഡ്രിങ്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ മലനാടൻ ഫ്രഷൻ ഫ്രൂട്ടിൻ്റെ ലിക്വിഡാണ്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ഷുഗർ ഞാനിടില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും, ടാറ്റാ.